പരിമിതികളുണ്ട്, പരിധികളുണ്ട്. അതിന് ലിമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അരനൂറ്റാണ്ട് മുമ്പ് ശാസ്ത്രരംഗത്ത് എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളും പല പുസ്തകങ്ങളും അത് മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. അവ പുനഃക്രോഡീകരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്, പുനരാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത. കാരണം എന്താ? അരനൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ പ്രപഞ്ച സങ്കല്പം തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലുള്ള വ്യത്യസ്ത ഡിസിപ്ലിനുകളിലുള്ള എല്ലാ ഭാഗങ്ങളും പല കാര്യങ്ങളും മാറ്റങ്ങൾക്ക് സങ്കല്പം തന്നെ, അടിസ്ഥാന സങ്കല്പങ്ങൾ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരനൂറ്റാണ്ട് മുമ്പുള്ള ശാസ്ത്ര പുസ്തകം പോലും പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അത് പുനരാഖ്യാനം നിർവഹിക്കേണ്ടി വരുന്നു. ഇത് കാരണം മനുഷ്യൻ്റെ പരിമിതിയാണ്. ഇതേപോലെ തന്നെയാണ് പിന്നെ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായ വേദഗ്രന്ഥങ്ങളുടെ സ്ഥിതിയും. മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായപ്പോൾ, മനുഷ്യരുടെ രചനകൾ ഉണ്ടായപ്പോൾ, ഫാദർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ രചനയായപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ചാൽ അതിൽ അബദ്ധങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ടായി. ഇവിടെയാണ് ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. ഖുർആനെ കുറിച്ച് മേത്തർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അജ്ഞാന യുഗത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെ വിപ്ലവങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ അചഞ്ചലമായി നിലനിൽക്കുന്ന ഗ്രന്ഥം എന്നുള്ളതാണ്. അതിന് കാരണം അതിൽ ദൈവീകമായ വചനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മനുഷ്യരുടെ, മുസ്ലിങ്ങളുടെ കൈകടത്തലുകൾ ആ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ അബദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. മുസ്ലിങ്ങൾ അപ്രമാദിത്വമുള്ളവരല്ല. പക്ഷേ പടച്ചതമ്പുരാന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും വരാത്തതുകൊണ്ട്, യാതൊരു കൈകടത്തലുകളും ഇല്ലാത്തതുകൊണ്ട്, ആ കൈകടത്തൽ ഉണ്ടാകുകയില്ല എന്ന് ദൈവം തമ്പുരാൻ തന്നെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ, സൂറത്തുൽ ഹിജറിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം തമ്പുരാൻ ഈ സംരക്ഷണം ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് ഞാനാണ്, ആ ഗ്രന്ഥത്തെ ഞാൻ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവം തമ്പുരാൻ ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതുകൊണ്ട് അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം മുസ്ലിങ്ങളുടെ ഇടക്കാലഘട്ടത്തിലെ രചനകളിൽ, മധ്യകാലഘട്ടത്തിലെ രചനകളിൽ മുസ്ലിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് അശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ട്. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിൽ യാതൊരുവിധ അബദ്ധങ്ങളുമില്ല എന്നുള്ളത് അത് പൂർണ്ണമായി ദൈവികമാണ് എന്നുള്ളതിന് സാക്ഷീകരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസാണ്. ആ പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസിൻ്റെ ഡീസൻസി നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇവിടെ ഒരുപാട് എഴുത്തുകളിലൂടെയുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 5 കൊല്ലം 10 കൊല്ലം വിദ്യാഭ്യാസം നേടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടുകൂടെ ചോദ്യം ചോദിക്കുവാൻ ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം പിന്നെ എന്തിനാണ് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാമല്ലോ. ഏതായിരുന്നാലും പരമാവധി ചോദ്യങ്ങൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക, നേരിട്ട് ചോദിക്കുക. നമുക്ക് പരിചയപ്പെടാമല്ലോ, നമുക്ക് പരസ്പരം അറിയാമല്ലോ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.